എന്താണ് വക്കീലേ? വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. ഇപ്പം മാമിന്റെ വീഡിയോസിൽ ഒരു റീലുണ്ട്, രഹ്ന ഫാത്തിമയായിട്ട് കൂടി ചേർന്നിട്ടുള്ള ഒരു ടൂ പീസിൽ രണ്ടുപേരും നിൽക്കുന്നത്. ഇതൊക്കെ ഈ നാട്ടിൽ ഇത്ര ഫേമസ് ആയിപ്പോ പോയല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സ്ത്രീ ശരീരം നഗ്നമായിട്ട് കാണുന്നത് ഈ ശരീരത്തിന്റെ രൂപം നഗ്നമായി കാണുന്ന ഒരു പ്രതിമയിലൂടെയാ. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. വിശ്വസിക്കാൻ അവിടെ നിന്ന് പറഞ്ഞാ മതി. അതായത് നമ്മുടെ മലമ്പുഴയിലെ യക്ഷിയിരിക്കുന്നത്. ശരിക്കും ഞാൻ ആരും അറിയാതെ മുന്നിൽ കൂടെ ഒക്കെ നടന്ന് എന്താ ഫ്രണ്ടിൽ അറിയാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മാമിന്റെ വീഡിയോസിൽ ഇപ്പം കുറച്ച് കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്ത് കാണുമ്പോൾ ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ നോക്കിയാ എന്നെ തിരുത്താൻ വരില്ലേ? ഇതുപോലെ തന്നെ ഒരു വിഭാഗം കുട്ടികൾ ഒളിഞ്ഞു നോക്കപ്പെടുന്നുണ്ടാവില്ലേ എന്നതും കൂടിയാണ്. ചോദ്യങ്ങളും ചോദിക്കരുത്. ഞാൻ മാത്രമല്ല അങ്ങനെ ബിക്കിനിയിൽ റീല് ചെയ്യുന്നത്. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. താങ്കളുടെ ഹൃദയം താങ്കൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. ഞാൻ റീല് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ പ്രൈവറ്റ് പാർട്ട് ഒന്നും കാണിക്കുന്നില്ലല്ലോ റീല് ചെയ്യുമ്പോൾ. ഇപ്പൊ എല്ലാവരും പ്രോൺ സൈറ്റ് നോക്കിയിട്ട് സ്വയംഭവം ചെയ്യുന്നവരാ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പറയട്ടെ, പണ്ടുള്ള ആൾക്കാർ മറയ്ക്കാതെ നടന്നാലും അവിടെ പീഡനങ്ങളില്ലായിരുന്നു. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? ഇപ്പോഴത്തെ അവസ്ഥയിൽ മറയ്ക്കാതെ നടക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അറിയാവോ പറഞ്ഞു കൊടുക്ക് സാറേ. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാവാനുള്ള പ്രധാന കാരണം നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട, നേരെ കാര്യത്തിലോട്ട് വാ. ഈ സെക്സിന്റെ സംതൃപ്തി കുറവാണോ? കണ്ട കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. മനസ്സിലായ? സെക്സിന്റെ സംതൃപ്തിയിൽ ശരിക്ക് ലൈംഗിക അവയവങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? അത് ഉത്തരം പറ. അത് ഇപ്പൊ സെക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നു വെച്ച് പെണ്ണുപിള്ളോട് കിടന്നോടി എന്ന് പറഞ്ഞിട്ട് കേറി അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തൃപ്തിയായോ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം പലർക്കും പല സൈസ് ആയിരിക്കാം. ഇപ്പം പലർക്കും പല സൈസ് ആയിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇപ്പം ബ്രസ്റ്റിന് വലിപ്പം കുറവുള്ളവരുണ്ടാവും. ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു? കള്ളന്റെ സൈക്കോളജി പഠിച്ചാലല്ലേ കേണൽ ഈ യൂണിഫോം ഇടാൻ പറ്റൂ. ഇപ്പം പെനിസിന് വലിപ്പം കുറവുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ സമയക്കുറവുള്ളവരുണ്ടാവും. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. ഇതില് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമ്പം ഇതെങ്ങനെ മറികടക്കും? പറഞ്ഞോളൂ. അതൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞോളൂ. എനിക്ക് മുലയുടെ വലിപ്പം ഉണ്ട്, അവക്ക് മുലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. അവന്റെ തൊലിക്കെട്ടി ഉള്ളതിനെ വെച്ച് നമ്മൾ എങ്ങനെ തൃപ്തിപ്പെടാന്നുള്ളത് ചിന്തിക്കണം. ചില ആൾക്കാർ ആണുങ്ങൾ പറയാറുണ്ട്, എന്റെ പെനീസിന് നല്ല വലിപ്പം കേട്ടോ. ഏതാണ്ട് അവിടുന്ന് തൊട്ട് ദിപിടം വരെ നീളം. വിശ്വസിക്കോ? ദീ കനം. പക്ഷെ അവന് ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ അറിയുന്നുണ്ടാവില്ല. വലിപ്പം വെച്ചിട്ട് കാര്യമുണ്ടോ? അല്ലെ വലിപ്പം വെച്ചിട്ട് അകത്തോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ.